ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഫെഫ്കയുടെ യോഗങ്ങൾ അവസാനിച്ചു. ഫെഫ്കയിലെ 21 സംഘടനകൾ 3 ദിവസങ്ങളിലായി കൊച്ചിയിൽ യോഗം ചേർന്നാണ് ചർച്ചകൾ പൂർത്തിയാക്കി നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. ഈ നിർദ്ദേശങ്ങൾ ഫെഫ്ക ജനറൽ കൌൺസിൽ ക്രോഡീകരിച്ച് സർക്കാരിന് കൈമാറും. സിനിമയിലെ വ്യത്യസ്ത സാങ്കേതിക പ്രവർത്തകർ രൂപീകരിച്ച 21 സംഘടനകളുടെ ഫെഡറേഷനാണ് ഫെഫ്ക. ഫെഫ്ക ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം 21 സംഘടനകളും പ്രത്യേകം യോഗം ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ അവകാശം, വിവിധ കരാറുകൾ തുടങ്ങി സിനിമയിലെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സംഘടനകൾ തയ്യാറാക്കി. ഒപ്പം സംഘടനകളിലെ മുഴുവൻ വനിതാ അംഗങ്ങളും പ്രത്യേകമായി തന്നെ യോഗം ചേർന്നു. ഭാഗ്യലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗം ഹേമ കമ്മിറ്റിയെ തള്ളിപ്പറഞ്ഞെങ്കിലും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. 3 ദിനം നീണ്ട യോഗങ്ങൾക്കൊടുവിൽ 21 സംഘടനകൾ വെവ്വേറെ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഫെഫ്ക ജനറൽ കൌൺസിൽ പരിശോധിക്കും. ഫെഫ്ക ജനറൽ കൌൺസിലിന്റെ അംഗീകാരത്തിന് ശേഷം ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറും. സർക്കാർ രൂപീകരിക്കുന്ന സിനിമാ നയത്തിൽ ഈ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെടും. 21 സംഘടനകളും ഫെഫ്കയും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടനാ തലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് സന്നദ്ധമാവും. 3 ദിവസത്തിനകം അന്തിമ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. മീഡിയ 1 കൊച്ചി.